ഒക്കെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ടു പേരാണ്. അതിനിടയിൽ രഹ്നേനെ നവാസിക്ക് അങ്ങ് കൊണ്ടുപോയപ്പോ അത് കഴിഞ്ഞ് സീരിയലേക്ക് അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോ കുറെ പേർക്ക് മനസ്സ് വിഷമിപ്പിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല സുന്ദരി കൊടുക്കാനേം കൊണ്ട് അങ്ങ് പോയി. പിന്നെ സീരിയലും ഇല്ല, അഭിനയത്തിലേക്ക് ഒന്നും ഇല്ലാണ്ടെന്ന് കുറെ പേർ അന്ന് വിഷമിച്ചൊരു കാര്യമാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ? ഈ ഒരു തിരിച്ചറിവ് ഇന്നിപ്പോ ഇക്കയും രഹ്ന ഇവിടെ ഇരിക്കുമ്പോ കുറെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. സുന്ദരനും സുന്ദരി എന്ന് പറഞ്ഞപ്പോ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ടൈറ്റിൽ പ്രതീക്ഷിച്ചില്ല. അതാണ് നല്ലൊരു സുന്ദരിയും സുന്ദരിക്കൊത്ത ചക്കിക്കൊത്ത ചങ്കരനുമാണ്. പിന്നെ എന്താണ് കുഴപ്പം? നവാസിക്ക് ഇപ്പൊ പണ്ടത്തെക്കാളും കുറെ കൂടെ യങ് ആൻഡ് സ്മാർട്ടായി. നമ്മളിപ്പോ നമ്മള് പ്രധാന വിശേഷം എന്ന് പറഞ്ഞത് നമ്മുടെ സിനിമ തന്നെയാണ്. ഇഴ എന്നാണ് പടത്തിന്റെ പേര്. എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ആ പ്രൊജക്ടിലേക്ക് എത്തി? അതിനെ കുറിച്ച് ആദ്യം പറയും. അല്ല, അതിലേക്കാണ് വരുന്നത്. അത് നമ്മൾ വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാ. ഇത് സിറാജ് റസ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഡയറക്ടർ, റൈറ്റർ എല്ലാം. അദ്ദേഹം തന്നെ അതിന്റെ മ്യൂസിക് കേട്ടോ. പുള്ളി ഒരു അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പുള്ളി വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോ പുള്ളി വന്നിങ്ങനെ സമീപിച്ചപ്പോ നമ്മള് വേറെ എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ്. അപ്പൊ പറഞ്ഞു ഇല്ല, മെയിൻ സംഭവമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആദ്യം ലിസ്റ്റ് ഇടുമ്പോ പലവരെയും നമ്മളിങ്ങനെ പോവല്ലോ, മെയിലിലേക്ക് പോയി പിന്നെ അവിടെ നിന്നാണല്ലോ ഇങ്ങോട്ട് വരിക. അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരുപാട് അലഞ്ഞൊന്നുമില്ല. പിന്നെ വെച്ചാൽ ബിസിനസ് ഒരു ആവശ്യമായതുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ഒരു അന്വേഷണം നടത്തി. പക്ഷെ പിന്നീട് വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഇങ്ങനെ വന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് കുറച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണം വെച്ചാൽ ഇതൊരു സീരിയസ് സബ്ജക്റ്റ് ആണ്. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലും ഒരുപാട് പുതുമുഖങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അത് ഈ കഥയ്ക്ക് ആവശ്യം അങ്ങനെയാണ്. കാരണം പരിചിതമായിട്ടുള്ള ഒരുപാട് ഫേസുകൾ പറ്റില്ല. പിന്നെ സ്ലാങ് അവർ ഉപയോഗിക്കുന്നത് പെരുമ്പാവൂർ സ്ലാങ് വെച്ചാണ്. അതിങ്ങനെ അധികം വന്നിട്ടില്ല സിനിമയിൽ. അപ്പം ഇങ്ങനെ കുറേ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. പിന്നെ അപ്പോൾ ഈ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് പേടിയായി. പേടിയെന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒക്കെ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്ത് പോകാന്നുള്ളൊരു അങ്ങനെ തീരുമാനിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ബാക്കി എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഇതാക്കാം. പക്ഷേ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടുമെന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾക്ക് വേറൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ രഹ്ന വർക്ക് ചെയ്തിട്ട് കുറേ നാളായല്ലോ, കുറച്ച് വർഷമായിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങളൊരു ജോഡിയായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടാവും. അങ്ങനെ കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കൂ എന്നുള്ള സംഭവം പറഞ്ഞു. അപ്പം ഞാനിതൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇവർ ഈ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നി. ഓക്കെ, അപ്പൊ എന്തായാലും ഇഴ സിനിമയുടെ ചിത്രത്തിന്റെ പേര്, ഇഴ എന്നുള്ള പേര് വരാനും അതിൻ്റെ ഉള്ള അർത്ഥവും അതും കൂടി ഒന്ന് പറയൂ. ഇഴ എന്ന് അതിന്റെ ടൈറ്റില് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇഴ ഇത് ആയി കിടക്കുന്ന, ഇപ്പൊ നമ്മളിപ്പോ മുടി നമ്മള് മെടഞ്ഞിടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ രീതി തന്നെയാണ് അവർ ആ ടൈറ്റില് ചെയ്തു വെച്ചത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ആ ഒരു കൂട്ടുകുടുംബത്തിലൊക്കെ ഇഴഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതിപ്പോ സന്തോഷവും സങ്കടവും എല്ലാം ആ ഒരു ഉദ്ദേശിക്കുന്ന മീനിങ് അതാണ്. ഓക്കെ, അതാണ് സിനിമയുടെ ടൈറ്റിൽ. ഫെബ്രുവരി 7th റിലീസ് ആവുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓൾറെഡി പാട്ടിനൊക്കെ മറ്റു പാട്ടിനാണ് ടീസറാണ് ഇപ്പൊ 2 മില്യൺ എത്തിയിരിക്കുന്നത്. അപ്പൊ ട്രെയിലർ ഉടനെ ഇനിയിപ്പോ ഉണ്ടാവുമല്ലോ, റിലീസ് ഒക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ അങ്ങനെ സിനിമയുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഇക്കയുടെ അടുത്തും ഡൈനയുടെ അടുത്തും നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. സുന്ദരി നീയും സുന്ദരി ഞാനും എന്റെ ഒരു സെഗ്മെന്റ്. യെസ്, അങ്ങനെയൊക്കെ ഉണ്ട്. നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിൽ രണ്ടുപേരും ഐശ്വര്യപൂർണ്ണമായിട്ട് ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചോളൂ. പെന്നും ബോർഡും കാര്യങ്ങൾ ഇറേസറും ഒക്കെയാണ്. നിങ്ങളുടെ മനപ്പൊരുത്തം അല്ലെങ്കിൽ പരസ്പരം എത്രത്തോളം അറിയാം, ഇതൊക്കെയാണ് ഇന്നിപ്പോ നോക്കാൻ പോണേ. ഒരുമിച്ച് ജീവിക്കാൻ അതൊക്കെ നമുക്ക് നോക്കട്ടെ. നമുക്ക് പരാജയപ്പെടുവോ എങ്ങനെ വേണേലും അത് പിടിച്ചോളൂ. എങ്ങനെയാണേലും എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടിപ്പോ? അത് ഞങ്ങള് പറയില്ല. അതെന്താ ഏജ് പുറത്തോ? ഞാൻ കല്ല് ദൈവം അമ്മേ, ഇതിന് താഴെ ബോക്സിൽ വരുന്ന ഏജ് എന്നാണ്. ഓക്കെ, മോൾക്ക് 19 വയസ്സ്, ഞങ്ങളുടെ കല്യാണം 5 വർഷം. അതാണ് കൊള്ളാവുന്ന കാര്യങ്ങള്. ഓക്കെ, അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞു, പരസ്പരം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, എന്തൊക്കെയാ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങളും കുറവുകളും ഒക്കെ അറിയാവോ എന്നറിയാനുള്ള ചെറിയ ഒരു ഗെയിം മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഒന്നും നടക്കില്ല, കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പനിഷ്മെന്റ് ആണ്. പിന്നെ ബാക്ക് ടു ബാക്ക് പനിഷ്മെന്റ് ഒരു തരത്തിലും നിങ്ങളുടെ തമ്മിൽ ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പനിഷ്മെന്റ് വേറെ ഉണ്ടാവും. കറക്റ്റ്
കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേ നല്ല ഫ്രഷ് നല്ല രാപ്പിളുണ്ട്, ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ, കത്തിയൊക്കെ ഉണ്ട്, നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം നോക്കരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നവാസിക്ക ഒരു ദിവസം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു മലയാള വാക്ക് അതെന്തായിരിക്കും? പറയരുത് കേട്ടോ, ക്ലൂ ഒന്നും കൊടുക്കരുത്. രണ്ടുപേരും എഴുതണോ? ആ, നവാസിക്ക ഒരു ദിവസം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മലയാളം വാക്ക് അതെന്താണ്? മലയാളം വാക്ക് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഇടയ്ക്ക്. അല്ല, എന്നാലും ചിലർക്കുണ്ട് ഒരു റിപ്പീറ്റ് ചെയ്ത് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒന്ന്. അങ്ങനെ നവാസ്കാക്കില്ല, പക്ഷെ ഏറ്റവും എന്നാലും ഒരു കൂടുതൽ ദിവസം ചെയ്യുന്നത് പറയണ്ട എഴുതിയാ മതി, ക്ലൂ ഒന്നും വേണ്ട, അങ്ങ് എഴുതുക. നോക്കട്ടെ രണ്ടുപേരും കറക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. പറയുന്നതിനിടയിലുള്ള പറയുന്ന വാക്കല്ലേ? ആ, അത് തന്നെ. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോ ചില ആൾക്കാർക്കുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ഒരേ ഒരു സാധനം എന്ത് സംസാരിച്ചാലും അവര് പറയുന്നുണ്ടോ? യൂസ് ചെയ്യാറില്ല. ഇല്ല. എന്നാലും എന്തെങ്കിലും ഒന്ന് എഴുത്. നമുക്ക് പനിഷ്മെന്റ് ഉണ്ടെന്ന് വിഷമിക്കേണ്ട, നമുക്ക് തുടങ്ങുമ്പോ തന്നെ പനിഷ്മെന്റിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. റെഡി? ഓക്കെ, രണ്ടുപേരും ടേൺ ചെയ്തോ, നമുക്ക് നോക്കാം എന്താണ് ആൻസർ എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ലെന്ന്. ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആണോ? നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് തിരിച്ചായിരുന്നു ക്വസ്റ്റനെങ്കിൽ ചിലപ്പോ എന്താ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ? അതെന്താ ഞാൻ ഓർക്കാൻ കാരണം അറിയാം, ഞാനിങ്ങനെ ചില സിറ്റുവേഷനില് ഇപ്പൊ പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളും മറ്റേ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയല്ലോ, അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറെ നാൾ ഇത് തിരിച്ചിങ്ങടെ അടിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അത് നമ്മുടെ ചില സാധനങ്ങൾ അങ്ങനെ കിട്ടും. ആ, അത് ശരിയാ. ചില ആൾക്കാർക്കുണ്ട്, ചില ആൾക്കാർക്ക് ഓക്കെ എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ. ചില മനസ്സിലായില്ലേ മനസ്സിലായില്ലേ മനസ്സിലായി ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ ചെയ്യണോട്ടോ. ചില ആൾക്കാർ ഒരുപാട് സംസാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാക്കുകളും നമുക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നില്ല, ബോറടിക്കില്ല. ഇപ്പൊ നവാസ്ക എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ കിടക്കുന്ന ചില സാധനം ഞാൻ പറയുമ്പോ അതിനൊക്കെ അത് ഓർത്ത് വെക്കണം എന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കാണല്ലോ ഒരു ബോറിംഗ് ആയിട്ട് തോന്നുക. ഇപ്പൊ ശരിക്കും ഇവിടെ പനിഷ്മെന്റ് കൊടുക്കേണ്ടത് രഹനയ്ക്കായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ നിൽക്കുന്ന പനിഷ്മെന്റ് വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ നവാസിക്ക് തന്നെ നവാസിക്ക് അത് ഏറ്റെടുത്തോളൂ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഷോയുടെ പേരെന്ന് പറയുന്നത് സുന്ദരി നീയും സുന്ദരം ഞാനുമാണ്. ഓക്കെ, അപ്പൊ നവാസിക്ക രഹനനെ നോക്കിയിട്ട് അതങ്ങ് പറയണം. സുന്ദരി നീയും സുന്ദരൻ ഞാനും. പാട്ട് പാടിയിട്ട് ആ പാട്ടങ്ങ് പാടിയാ പോരെ? ആ, പാട്ടങ്ങ് പാടിയാ മതി. എന്നെ നോക്കണം കേട്ടോ. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൾ പെരുന്നാള്.